സുപ്രിയയ്ക്കു സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അമ്മയുടെ മുഖഭാവം മാറിയപ്പോൾ കണ്ണനും കരയാൻ തുടങ്ങി. അവൻ അമ്മയുടെ അടുത്തു നിന്നും മാറി അമ്മമ്മയുടെ അടുത്തെത്തി. ആരാ അമ്മമ്മേ വന്നിരിക്കുന്നത്? എൻ്റെ അച്ഛനാണോ? അല്ല മോനെ, ഇത് നിൻ്റെ മാമനാണ്. അമ്മമ്മ ഫോട്ടോയിൽ കാണിച്ചു തന്നിട്ടില്ലേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് പ്രഭാവതി മുറിയിലേക്ക് പോയി. പ്രിയയുടെ അച്ഛ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കൂ. ഗുളിക ഇപ്പോൾ കൊണ്ടുവരാം. ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ലേശം വൈകിയെന്ന് വെച്ച് ഉണരാതിരുന്നപ്പോൾ ഒന്നുകൂടി തട്ടി വിളിച്ചു. പിന്നെ പ്രഭാവതി വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു, പ്രിയയുടെ അച്ഛാ എന്ന്. മക്കൾ രണ്ടുപേരും ഓടി വന്നു, ഒപ്പം കണ്ണനും. കണ്ണ് തുറക്കൂ അച്ഛ എന്ന് കരഞ്ഞു നിലവിളിച്ചു. സുമേഷ് അച്ഛൻ്റെ കിടപ്പു കണ്ട് തകർന്നു നിന്നു. പ്രഭാവതി ഗുളിക എടുത്തു കൊടുക്കാൻ നിന്നു. അമ്മേ, അച്ഛൻ നമ്മളെ വിട്ടുപോയി. പ്രഭാവതി, നോക്കൂ പ്രിയയുടെ അച്ഛ, നമ്മുടെ സ്വത്ത് കൺമണികൾ, സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ആവേണ്ടിയിരുന്ന ആ വീട് കണ്ണുനീരുകൊണ്ട് നിറഞ്ഞൊഴുകി. ശുഭം. ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഥകൾ ഇനിയും വായിക്കുക.